അങ്ങനെ ഡൽഹി ഏതായാലും ആം ആദ്മി പാർട്ടിയെ കൈവിടുന്നു എന്ന് തന്നെയാണ് നിലവിലെ കണക്കുകൾ, നിലവിലെ സൂചനകൾ, നിലവിൽ പുറത്തു വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. അപ്പോൾ 70 സീറ്റുകളിലെ വോട്ടെണ്ണൽ വരുമ്പോൾ, വോട്ടെണ്ണൽ പകുതിയോട് അടുക്കുമ്പോൾ ഏതായാലും 44 സീറ്റുകളിൽ BJP, ആം ആദ്മി പാർട്ടി 25, കോൺഗ്രസ് 1 എന്നിങ്ങനെയാണ് കണക്കുകൾ. മാത്രമല്ല എല്ലാ മേഖലകളും പൂർണ്ണമായി ആം ആദ്മി പാർട്ടിയെ കൈവിടുന്നു. കാരണം ഈ ചേരി പ്രദേശങ്ങളാണ് എല്ലാ കാലത്തും ആം ആദ്മി പാർട്ടിയുടെ കരുത്ത്. കാരണം ഒരു മധ്യവർഗത്തിന്റെ ആളായിക്കൊണ്ട് അഴിമതി ചേരി പ്രദേശങ്ങളിൽ എടുത്തു പറയേണ്ടത് എല്ലാ സീറ്റുകളിലും ഇല്ലേ, ചേരി പ്രദേശത്ത് 10 കണക്കാക്കുന്നു. അവിടെ എല്ലാ സീറ്റുകളിലും ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ജാട്ട് ഇൻഫ്ലുവൻസ് മേഖല നോക്കുകയാണെങ്കിൽ 12 സീറ്റുകളാണ് അവിടെ ഉള്ളത്. അവിടെയും മേധാവിത്വം പുലർത്തിയിരിക്കുന്നത് BJP തന്നെയാണ്. മാത്രമല്ല ന്യൂനപക്ഷ മണ്ഡലങ്ങളിൽ BJPക്ക് 4 സീറ്റിൽ ലീഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വോട്ട് അവിടെ മാത്രമാണ് അവിടെ നേരത്തെ 5 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിപ്പോൾ 4 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ സംഖ്യയിൽ ചെറിയ വ്യത്യാസം വരുന്നത്. ന്യൂനപക്ഷ മേഖലയിൽ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് പലയിടങ്ങളിലും നടക്കുന്നു. നേരത്തെ BJP ലീഡ് ചെയ്താണ്, അവിടെ ഇപ്പോൾ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നത്. ഈ ന്യൂനപക്ഷ മേഖലകളിൽ 5 സീറ്റിൽ ഒരു ഘട്ടത്തിൽ BJPക്ക് ലീഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അവിടെയാണ് ഇപ്പോൾ 4 സീറ്റുകളായി കുറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതൊരു നേട്ടം തന്നെയാണ്. ഒരു സീറ്റിൽ പോലും കഴിഞ്ഞ തവണ BJP ജയിക്കാത്ത മേഖലയാണ് ന്യൂനപക്ഷ മേഖലകൾ. അവിടെ ആം ആദ്മി പാർട്ടിക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് 4 സീറ്റുകളാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വെസ്റ്റ് ഡൽഹിയിലും ഇതേ ട്രെൻഡ് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ന്യൂഡൽഹിയിൽ ഏറ്റവും ഒടുവിലത്തെ റൗണ്ട് കഴിഞ്ഞപ്പോഴും ആം ആദ്മി പാർട്ടിക്ക് അരവിന്ദ് കെജ്രിവാളിന് ലീഡ് നേടാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ്. പർവേഷ് വർമ്മ BJP ഇപ്പോഴും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൽക്കാജി അവിടെ അധീഷിയുടെ മണ്ഡലം, മുഖ്യമന്ത്രിയുടെ മണ്ഡലം, അവിടുത്തെ ഏറ്റവും പുതിയ ട്രെൻഡ് നോക്കുമ്പോൾ, പുതിയ റൗണ്ട് വരുമ്പോൾ അവിടെ അധീഷി ഇപ്പോഴും പിന്നിലാണ്. അതായത് 1.5 മണിക്കൂറായിട്ട് അധീഷി പിന്നിട്ട് നിൽക്കുകയാണ്. ഡൽഹി മുഖ്യമന്ത്രി പിന്നിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു VVIP മണ്ഡലമായ ജംഗ്പുര, അവിടെ മനീഷ് സിസോദിയുടെ മണ്ഡലമാണ്. അവിടുത്തെ പുതിയ റൗണ്ടിലെ ഫലമനുസരിച്ച് അവിടെ മനീഷ് സിസോദിയ പിന്നിലാണ്. അതായത് സിസോദിയും കേജ്രിവാളും അധീഷിയും 1.5 മണിക്കൂറായിട്ട് വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ തന്നെ പിന്നിട്ട് നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മണ്ഡലത്തിൽ കോൺഗ്രസിന് ഇപ്പോഴും ലീഡ് നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നുണ്ട്. ഡൽഹി PCC അധ്യക്ഷൻ ദേവേന്ദ്ര യാദവാണ്. ദേവേന്ദ്ര യാദവ് ഇപ്പോഴും ലീഡ് ചെയ്യുന്നുണ്ട്. അതെ, ഇപ്പോഴും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് ആ സീറ്റ് നിലനിർത്താൻ കഴിയും, ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയും എന്ന് തന്നെ കരുതാം. അങ്ങനെ 0-ൽ നിന്ന് 1-ലേക്ക് കോൺഗ്രസിന് വരുവാനും കഴിയും. പക്ഷേ BJPക്ക് ഈ ട്രെൻഡ് തുടരുകയാണെങ്കിൽ ഒരു 42 മുതൽ 48 സീറ്റുകൾ വരെ കിട്ടാം ഇല്ലേ, ഉറപ്പിച്ച് പറയാം. ഒരു 44-നും 45-നും ഉറപ്പായും BJPക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും. കാരണം പലയിടങ്ങളിലും അവസാന ഘട്ടത്തിലേക്ക് വോട്ടെണ്ണൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു 42-നും 46-നും ഒക്കെ ഇടയ്ക്കുള്ള ഈ ഒരു രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ BJPക്ക് കഴിയും. പക്ഷേ 30-ൽ താഴെ മാത്രമേ ആം ആദ്മി പാർട്ടിക്ക് എത്താൻ കഴിയുകയുള്ളൂ. അത് ഒരു പക്ഷേ 25-ൽ താഴെ സീറ്റുകളിലേക്ക് പോലും പോയേക്കാം. ആം ആദ്മി പാർട്ടിയുടെ രൂപീകരണത്തിന് ശേഷമുള്ള മോശം പ്രകടനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. 2013-ൽ പോലും അവർക്ക് 28 സീറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അവർ പോലും പ്രതീക്ഷിക്കാത്തൊരു നേട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അതിലേക്ക് പോലും വരുമോ എന്നുള്ള കാര്യമാണ് സംശയം. 52 സീറ്റുകളാണ് 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ നിയമസഭയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ BJPക്ക് ഉണ്ടായിരുന്നത്. അതിൽ 52 സീറ്റുകളിൽ മേധാവിത്വം ഉണ്ടായിരുന്നു. അതിലേക്ക് പോകാൻ പറ്റുമോ എന്ന് സംശയമാണ്. പക്ഷേ അതിനടുത്ത് മാർജിനിൽ BJP എത്തും കണക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 11 വർഷമായിട്ട് ആദ്യമായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏകദേശം അതേ ട്രെൻഡ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഡൽഹിയിൽ ആവർത്തിക്കാൻ പോകുന്നത്. 2014-ലെ ട്രെൻഡ് ആയിരുന്നില്ല, 2015-ൽ നേരെ റിവേഴ്സ് ആയിരുന്നു. 2019-ലെ ട്രെൻഡ് ആയിരുന്നില്ല, 2020-ൽ റിവേഴ്സ് ആയി. പക്ഷേ 2024-ലെ ട്രെൻഡിന് സമാനമായ രീതിയിൽ തന്നെ, അതായത് ലോക്സഭയിൽ മുഴുവൻ സീറ്റുകളും BJP നേടിയപ്പോൾ നിയമസഭയിലും ആ നേട്ടം ആവർത്തിക്കാൻ ഇത്തവണ കഴിയുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഡൽഹിയിൽ അല്ലേ. അതെ അതെ. മാത്രമല്ല ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അവരൊരു ക്രൂഷ്യലായ ഇലക്ഷൻ ആയിരുന്നു. പല വിഷയങ്ങൾ ഇപ്പം കഴിഞ്ഞ തവണയൊക്കെ ഒരു ക്ലീൻ ഇമേജ് ആയിട്ടാണ് അവർ ഇലക്ഷനിലേക്ക് പോയതെങ്കിൽ ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല സാഹചര്യം. പക്ഷെ എങ്കിൽ പോലും അവർക്ക് ഈ വാഗ്ദാനങ്ങൾ, പ്രത്യേകിച്ച് സൗജന്യ വാഗ്ദാനങ്ങളൊക്കെ ചെയ്ത് കളം പിടിക്കുന്ന ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ പോലും ഈ അഴിമതി ആളുകൾക്കിടയിൽ ഒരു ഫാക്ടർ ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ജനങ്ങൾ വിശ്വസിക്കില്ല, ഈ സൗജന്യ സേവനങ്ങളിൽ തന്നെ വിശ്വസിക്കും. കാരണം അവരുടെ നിത്യജീവിതത്തിൽ വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ സൗജന്യ ബസ് യാത്ര, അതുപോലെ തന്നെ സൗജന്യമായിട്ട് വെള്ളം, വൈദ്യുതി, ഇതൊക്കെ ഡൽഹി ജനതയുടെ ജീവിത നിലവാരം ഇല്ലേ മെച്ചപ്പെടുത്തുവാൻ സഹായിച്ചിട്ടുണ്ട്. അവരുടെ ചെലവ് ചുരുക്കാൻ കുറഞ്ഞിട്ടുണ്ട്. തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 12 വർഷവും ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ അതിലൊരു മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതോ മറ്റൊരു കാര്യം, BJPയുടെ ഫ്രീബീസും ഉണ്ടായിരുന്നു, സൗജന്യ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലും ചിലപ്പോൾ ജനങ്ങൾ വിശ്വാസത്തിൽ എടുത്തിരിക്കുക. കാരണം ആ പാർട്ടികളൊക്കെ തന്നെ, BJPയും കോൺഗ്രസ് ഒക്കെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ അതേ ശൈലിയിലേക്ക് വരുന്നതും കണ്ടു. കാരണം അഴിമതി മാറി പിന്നീട് ഈ വാഗ്ദാന പെരുമഴ ഡൽഹിയിൽ വലിയ രീതിയിൽ ചർച്ചയായതാണ്. അപ്പോൾ പോലും ഈ 10 വർഷത്തെ ഭരണം എന്നുള്ള കാര്യം ഒന്നാമതായി അവിടെ നിൽക്കുന്നുണ്ട്.
രണ്ടാമത് ഈ രണ്ടാം കേജ്രിവാൾ സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങൾ, മാത്രമല്ല പലപ്പോഴും നടപ്പാക്കാൻ കഴിയാത്ത പല വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ മാറി ചിന്തിച്ചു എന്ന് വേണം കണക്കാക്കാൻ. കാരണം പരമ്പരാഗതമായി ബി.ജെ.പിക്ക് ശക്തിയില്ലാത്തൊരു സ്ഥലമല്ല. ബി.ജെ.പിക്ക് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന ആളുകളാണ്. ആർഎസ്എസിന് വലിയ സപ്പോർട്ടുണ്ട്. ആർഎസ്എസ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. കാരണം മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആർഎസ്എസിന്റെ പ്രവർത്തനം നിർണായകമായിരുന്നു. ഇത്തവണയും ഏതാണ്ട് 50,000 മീറ്റിങ്ങുകൾ, പ്രത്യേകിച്ച് ചെറിയ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചാരണ യോഗങ്ങൾ ആർഎസ്എസ് നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആർഎസ്എസിന്റെ ഒരു പ്രചാരണം ഇതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എല്ലാ ഫാക്ടറും കൂടി ആണ് ബി.ജെ.പിയുടെ വിജയത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് 44 സീറ്റ് എന്ന് പറയുമ്പോൾ സമീപകാലത്തെ ഡൽഹിയുടെ ചരിത്രത്തിൽ ബി.ജെ.പിയുടെ നിയമസഭയിലേക്കുള്ള ഏറ്റവും മികച്ച പ്രകടനമാണ്. തീർച്ചയായിട്ടും ഇനി അറിയാൻ ബാക്കിയുള്ളത് എന്തെല്ലാം പ്രതികരണങ്ങൾ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലേക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇത്തവണ കേജ്രിവാൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ നിരീക്ഷിക്കണം. അതുപോലെ തന്നെ കൂടുതൽ അവർക്ക് വരാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ട്രോങ് റൂമുകൾക്ക് വെളിയിൽ ഞങ്ങളുടെ ആളുകൾ കാവൽ നിൽക്കുന്നുണ്ടാവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലേക്ക് ആരോപണം ഉണ്ടാകാം. അതുപോലെ തന്നെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന പേരിൽ വ്യാജ വോട്ടുകൾ ചേർത്തു എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ അതൊരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അല്ല, ഇലക്ഷൻ അട്ടിമറിക്കുന്നുള്ള എഞ്ചിനീയറിംഗ് ആണ് എന്ന രീതിയിൽ ബി.ജെ.പിക്കെതിരെയുള്ള ആരോപണങ്ങളൊക്കെ വരുവാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. എന്താണ് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതികരണം? അല്പസമയത്തിനകം കേജ്രിവാളിന്റെ പ്രതികരണം പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാൾ ജയിക്കുവാനുള്ള സാധ്യത അല്ല ഇപ്പോഴുള്ളത്, അല്ലേ? ഭൂരിപക്ഷം അത്ര വലിയ ലീഡല്ല എങ്കിൽ പോലും ആ ലീഡ് നില തുടർച്ചയായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകുവാൻ ബി.ജെ.പിക്ക് കഴിയുന്നുണ്ട്. ഇപ്പോഴും ന്യൂഡൽഹി മണ്ഡലത്തിലെ ഏറ്റവും അവസാനത്തെ ട്രെൻഡിലും അങ്ങനെ തന്നെയാണ്. നിലവിൽ ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് പിന്നിട്ട് നിൽക്കുന്നത്. മുന്നിൽ പർവേഷ് വർമ്മയാണ്. ബി.ജെ.പി ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. മറ്റൊരു VVIP മണ്ഡലമായ കൽക്കാജിയിൽ നിലവിൽ ലീഡ് ബി.ജെ.പിക്കല്ല, മുഖ്യമന്ത്രിക്കല്ല, മറിച്ച് അവിടെ ബി.ജെ.പിയാണ് ലീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജംഗ്പുരയിൽ മനീഷ് സിസോദിയ ഇപ്പോഴും പിന്നിട്ട് നിൽക്കുകയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ എല്ലാം ബി.ജെ.പി മുന്നിട്ട് നിൽക്കുന്ന കാഴ്ചയാണ്. ഇപ്പോൾ മനീഷ് സിസോദിയ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി, അല്ലെ? ജംഗ്പുരയിൽ ഇപ്പോൾ മുന്നിലേക്ക് വന്നിരിക്കുന്നു. ഏതാണ്ട് വോട്ടെണ്ണൽ ആരംഭിച്ച് ഏതാണ്ട് 1.25 മണിക്കൂറിനടുക്കുമ്പോഴാണ് ആദ്യമായിട്ട് ജംഗ്പുര അതായത് മണ്ഡലം മാറി മത്സരിക്കുകയായിരുന്നു മനീഷ് സിസോദിയ ഇപ്പോൾ മുന്നിലേക്ക് വന്നിരിക്കുന്നു. അതാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ലീഡ് നില 27ലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി 27, ഒപ്പം ബി.ജെ.പി 42, കോൺഗ്രസ് 1. മാത്രമല്ല മഞ്ജുഷ, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ അവർ ഒരു സീറ്റിൽ മാത്രമേ ലീഡ് ഉള്ളൂ എന്ന് പറയുമ്പോൾ പോലും അവരുടെ നഷ്ടപ്പെട്ട ഒരു വോട്ട് ബേസിൽ ഒരു കുറച്ചെങ്കിലും ഭാഗം അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് 4% അല്ലേ? 4.5% അവരുടെ വോട്ട്. അതിനു മുമ്പ് 10% താഴെയായിരുന്നു. പക്ഷേ അത് ഉയർത്താൻ കോൺഗ്രസിന് സാധിക്കും. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ഡൽഹിയിൽ മത്സരിക്കാതിരിക്കാൻ കഴിയില്ല. ആം ആദ്മി പാർട്ടിയുമായി ലോക്സഭയിലേതുപോലെ ഒരു സാഹചര്യം ആയിരുന്നില്ല ഇത്തവണ. അന്ന് അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിരുന്നു എന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് തയ്യാറായാൽ പോലും ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി നിയമസഭയിലേക്ക് സഖ്യമാകാൻ തയ്യാറാകില്ല. അപ്പോൾ